ബലിദാൻ ദിവസ് 23 ജൂൺ തൊട്ട് 6 ജൂലൈ വരും all over ഇന്ത്യയിൽ ഓരോരോ ഡിസ്ട്രിക്റ്റിൽ ഓരോരോ പ്രോഗ്രാം so many programs എങ്ങനെയാണ് നടക്കുന്നത് 23 ജൂണിന് ജമ്മു കാശ്മീർ 73 വർഷം മുമ്പേ ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി കോൺഗ്രസിന്റെ അതിൽ നമ്മളുടെ ഫസ്റ്റ് തലവരായിരുന്നു ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി 33 വർഷത്തിൽ ഇയാൾ കൽക്കട്ട യൂണിവേഴ്സിറ്റിന്റെ വൈസ് ചാൻസലർ ആയിരുന്നു. ഇയാൾ ജമ്മു കാശ്മീർ ഇന്ന് ഭാരതത്തിന്റെ അംഗമാണ്. അതിന്റെ എല്ലാത്തിന്റെ വളരെ കോൺട്രിബ്യൂഷൻ വെസ്റ്റ് ബംഗാള് ഭാരതത്തിന്റെ അംഗമാണ്. അതിന്റെ എല്ലാത്തിന്റെ വലിയ കോൺട്രിബ്യൂഷൻ ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജിയാണ്. അത് കാരണം ഈ വർഷം 125 വർഷം ഇയാൾ ജനിച്ച 125ാമത്തെ ദിവസം ആണ് 6 ജൂലൈ. അപ്പോൾ ഈ ദിവസത്തിൽ ഓരോരോ പ്രോഗ്രാം ആയിട്ട് നടക്കാണ്. ഒരു പാർട്ടിന്റെ ഓൾ ഇന്ത്യ പ്രസിഡന്റ് നമ്മളുടെ ശ്യാമപ്രസാദ് മുഖർജി ഫസ്റ്റ് തലവർ. ഇയാളെ കോൺഗ്രസും തന്റെ യോജന ചെയ്തിട്ട് ഒരു പ്ലാനിങ് ചെയ്തിട്ട് അവിടെ കൊണ്ടിട്ടുണ്ട്. അവരെ മരിച്ച സ്ഥലമാണ്. അങ്ങനെ തന്നെ നമ്മളുടെ തലവർ ദീൻദയാൽ ഉപാധ്യായജി അവരും പട്ന പോണ സമയത്ത് ലക്നൗ ടു പട്ന പോണ സമയത്ത് അവര് വാരണാസിന്റെ അപ്പുറത്തെ സ്റ്റേഷൻ ആ സമയത്ത് മുഗൾ സറായ് പറയും. അത് ഇപ്പോ ദീൻദയാൽ ഉപാധ്യായ നഗറാണ്. അവിടെ അവര് മരിച്ചിട്ടിരിക്കെ അവരെ അവിടെ കൊന്നിട്ടിരിക്കെ. അത് ഒരു രഹസ്യമയ മൃത്യുവാണ്. അത് രഹസ്യമയ ഡെത്ത് ആണ് ആയിരുന്നു. പാർട്ടി അതിന്റെ ഈ ദിവസത്തിന്റെ ഉള്ളിൽ പ്ലാന്റേഷന്റെ പ്രോഗ്രാം, പാർട്ടി അതിന്റെ ഉള്ളിൽ സമാജത്തിന്റെ വലിയ വലിയ ആൾക്കാരെ പോയിട്ട് പാക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ മോദിജി സ്വതന്ത്രത കഴിഞ്ഞിട്ട് എല്ലാത്തിന്റെ ജാസ്തി ദിവസം പ്രൈം മിനിസ്റ്റർ ഉണ്ടായി 12 വർഷം വരും പ്രൈം മിനിസ്റ്റർ ഉണ്ടായിരുന്നതാണ് മോദിജി. മോദിജിന്റെ ലീഡർഷിപ്പിൽ ഈ ഭാരതവർഷത്തിൽ എത്രയൊക്കെ പണി അയക്കണേ അത് ആ പണിനെ പോയിട്ട് നമ്മളെ കൂടെ പോയിട്ട് പാക്കാൻ വേണ്ടിയിട്ട് എങ്ങനെ ഒരു റെയിൽവേ സ്റ്റേഷൻ ഇന്നലെ നമ്മള് കോയമ്പത്തൂരിൽ ആ റോഡ് പോയിട്ട് നമ്മൾ പാക്കിട്ടിരിക്കെ ഓവർ ബ്രിഡ്ജ്. അതിന്റെ മുമ്പേ നമ്മള് മധുരൈ റെയിൽവേ സ്റ്റേഷൻ പാക്കിട്ടിരിക്കെ തിരുച്ചി എയർപോർട്ട് നമ്മൾ പോയിട്ട് കണ്ടിട്ടുണ്ട്. ഇതെല്ലാം സെൻട്രൽ ഗവൺമെന്റിന്റെ ഓരോരോ പ്രോഗ്രാമത്തിൽ എത്രയാണ് ഓരോരോ ഡിസ്ട്രിക്റ്റിനെ ഫോക്കസ് ആയിരിക്കുന്നത്. നമ്മളെന്ന് വെച്ചാൽ ഇത് ഫസ്റ്റ് ടൈം ആണ് ഈ ഹിസ്റ്ററി നമ്മൾ കാണുന്നത്. ഹവായി ചപ്പൽ ഹവായി ജഹാജ്, ഹവായി ചപ്പല് ഹവായി ജഹാജിൽ. അതിന്റെ അർത്ഥം എന്താ? പാവപ്പെട്ട ആൾക്കാരും കൂടി ഹവായി ജഹാജ് വരും യാത്ര പണ്ണുന്നു. എങ്ങനെയാണ് നോക്കി ഇതിന്റെ അപ്പുറത്തെ സ്ഥലം എങ്ങനെയാണ് ക്ലീൻ പണിട്ട് ഇരിക്കെ. സ്വച്ഛതാ അഭിയാൻ നമ്മളുടെ MLA ഇവിടെ ഈ അപ്പുറത്തെ സ്ഥലം ക്ലീൻ പണിട്ട് എല്ലാം ആയിട്ട് എങ്ങനെയാണ് ക്ലീൻ പണിട്ട് ഇരിക്കെ. ഒരു ആള് വരുമ്പോ ഒരു MLA ആയിട്ട് നമ്മളുടെ BJPന്റെ ഇവിടെ ഒരേ ഒരു MLA ഉണ്ട് എന്നുവെച്ചാൽ മൂക്കെ സ്റ്റേറ്റ് ഒരേ ഒരു MLA. ലേക്കിൻ ഈ ഒരു MLA നമ്മളുടെ കസ്തൂരിന്റെ എങ്ങനെ അതുണ്ട് എല്ലാം ദൂരെ വരുമുണ്ട്. ഒരു MLA തന്നെ അസംബ്ലിയിൽ നമ്മള് തന്റെ വർത്തമാനം അവിടെ വെച്ചുമ്പോൾ നമ്മളുടെ പ്രസംഗം അവിടെ വെച്ചുമ്പോൾ എല്ലാവരും നെട്ടിത്തടിച്ചാ ചെയ്യണേ. ഇത് ഒരു MLA സത്യം എങ്ങനെയാണ്? ഇയാളെ ഫോട്ടോ സ്റ്റേറ്റ് കോപ്പിയാണ്. ആടെ ദീൻദയാൽ ഉപാധ്യായന്റെ ഫോട്ടോ സ്റ്റേറ്റ് കോപ്പിയാണ് ഭോജരാജി. മനസ്സിലായോ? അത് കാരണം ഈ മൂക്കെ ഭാങ് വെച്ചാൽ അറിയോ എന്താണ് ഭാങ് വെച്ചാൽ? അഫീമിന്റെ അതിൽ ഇയാളെ തുളസിന്റെ വൃക്ഷമാണ്. എന്തിന്റെ? അഫീം ഇതിന്റെ മൂക്കെ നിലത്ത് അതിന്റെ ചെടികളുടെ നടുക്ക് ഇത് ഈ ചെടി എന്താണ്? തുളസിയാണ്. തുളസി ഈ തുളസിന്റെ പോലത്തെ ഇല്ല ആൾക്ക് വേണ്ടി നമ്മൾ ഇവിടെ ഇന്നത്തെ ഞാൻ ഇവിടെ ഓരോ ഡിസ്ട്രിക്ട് പോവാണ്. അത് കാരണം നമ്മളും നമ്മളുടെ തലവരും നമ്മളുടെ പാർട്ടിന്റെ ഓർഗനൈസിംഗ് സെക്രട്ടറി അവരെല്ലാരും നമ്മളുടെ നമ്മള് മോർണിംഗ് ഇവിടെ വന്നിട്ടിരിക്കെ ഓരോരോ പാർട്ടിന്റെ ഓരോരോ കോവിലിൽ പോയി ദർശനം ചെയ്തു.
തമിഴ്നാട് വലിയ എല്ലാവർക്കും വേണ്ടി നമ്മളെല്ലാവർക്കും വേണ്ടി ആശീർവാദം മേടിച്ചിട്ട് നല്ല ഹെൽത്തി ആയിട്ട് നല്ല വെൽത്ത് അവർക്ക് വർത്ത് എല്ലാവരുടെയും പ്രോസ്പെറിറ്റി ആയിട്ട് നല്ലതായിട്ട് വർത്തി ഇതിനു വേണ്ടി നമ്മൾ ഈശ്വരനോടും ആഗ്രഹം ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും വലിയ ഇവിടുത്തെ ഊട്ടിന്ന് വെച്ചാൽ എല്ലാത്തിനും ഇമ്പോർട്ടൻറ്റ് സ്ഥലമാണ്. ഇത്ര ഇമ്പോർട്ടൻറ്റ് സ്ഥലം ഭഗവാൻ ഇടിച്ചതിന് സ്ഥലം നമ്മളിപ്പോ പറയും ഈ ഭഗവാൻ എവിടെയാണ്? അപ്പൊ എല്ലാവരും പറയും ഇത് കേരളത്തിലാണ്. മനസ്സിലായി? ഭഗവാൻ എവിടെയാണ്? കേരളത്തിലാണ്. ഗോഡ്സ് ഓൺ കൺട്രി പറയുന്നത് God's own country, it is in Kerala. But God's own district, that is in India. வணக்கம். இன்றைய தினம் எங்களுடைய தமிழகத்தின் பொறுப்பாளராக இருந்து எங்களை எல்லாம் வழிகாட்டி கொண்டிருக்கின்ற மரியாதைக்குரிய அரவிந்த் மேனன்ஜி அவர்கள் இங்கு வந்திருக்கிறார்கள். அவர்களை எங்களது கட்சியின் சார்பாகவும் நீலகிரி மாவட்டத்தின் சார்பாகவும் அவர்களை வருக வருக என வரவேற்பதில் பெரும் மகிழ்ச்சி அடைகின்றேன். அதுவும் இப்பொழுது புதுப்பிக்கப்பட்ட இந்த சட்டமன்ற உறுப்பினரின் அலுவலகத்திற்கு அவர்கள் வந்திருப்பது எங்களுக்கெல்லாம் ஒரு புத்துணர்ச்சி கொடுக்கும். நிச்சயமாக அவர்கள் இப்பொழுது பேசினார்கள். ஷியாம் பிரசாத் முகர்ஜி அவர்களுடைய வாழ்க்கை எப்படி தேசத்திற்கு அர்ப்பணப்பட்டதோ அவருடைய நினைவாக இன்று நாம் பல விழாக்களை எல்லாம் கொண்டாடி கொண்டிருக்கின்றோம். அதன் ஒரு பகுதியாக நீலகிரி மாவட்டத்திற்கு நான் வந்திருக்கின்றேன். இங்கு பல திட்டங்களை எல்லாம் இந்த கட்சி சார்பாக செய்து கொண்டிருக்கிறார்கள். அது மட்டுமல்ல, மக்களை சென்றடைய வேண்டும் என்ற பல திட்டங்களுக்கெல்லாம் அவர்கள் முயற்சி செய்து கொண்டிருக்கிறார்கள். அவர்கள் எல்லாம் பார்வையிட்டு அவர்களை உற்சாகப்படுத்துவதற்காக வந்திருக்கின்றேன் என்ற ஒரு நல்ல செய்தியை அவர்கள் சொன்னார்கள். அவர்களுக்கு நமது நீலகிரி மாவட்டத்தின் சார்பாகவும் மக்களின் சார்பாகவும் அவர்களுக்கு நெஞ்சார்ந்த நன்றியினையும் வணக்கத்தையும் தெரிவித்துக் கொள்கின்றோம். அவர்கள் சொன்னது போல் இந்த சிறப்பான ஒரு நீலகிரி மாவட்டம், அவர்கள் சொன்னார்கள் அவரும் கேரளாவை சார்ந்தவர்கள், ஆண்டவனின் இருப்பிடம் கேரளா என்று சொன்னதை இந்த ஸ்டேட் என்று சொல்வார்கள். அதே மாதிரி நீலகிரியை நான் சொன்னேன், சட்டமன்றத்தில் சொன்னேன், நீலகிரி காட்ஸ் ஓன் டிஸ்ட்ரிக்ட் என்று சொன்னதை அவர்கள் இப்பொழுது வலியுறுத்தி சொன்னார்கள். அந்த மாதிரி ஒரு சிறப்பாக இறைவனால் நமக்கு கொடுக்கப்பட்ட வளமான இந்த இடத்தை நாம் சிறப்பாக வைத்து மக்கள் நீலகிரி மட்டுமல்ல, தமிழகம் மட்டுமல்ல, அகில இந்தியா பூராவும் இங்கு வந்திருந்து நமது விருந்தோம்பலை எல்லாம் பார்த்து இவ்வளவு ஒரு சிறப்பான இடம் இருக்கின்றது என்ற மகிழ்ச்சியினை கண்டு செல்ல வேண்டும் என்பதை மட்டும் நாம் அந்த முயற்சியெல்லாம் செய்ய வேண்டும். அதே நேரத்திலே உள்ளூர் மக்கள், டூரிஸ்ட் அந்த பயணியர்கள் மட்டும் அல்லாமல் உள்ளூரில் இருக்கின்ற மக்களும் அவருடைய வாழ்க்கையும் நன்றாக இருக்க வேண்டும் என்பதற்காக அந்த முயற்சிகளை எல்லாம் அவர்களிடம் எடுத்து சொல்லியிருக்கின்றேன். அதற்கெல்லாம் அவர்கள் ஒத்துழைப்பு தருவதாக சொல்லியிருக்கிறார்கள். பல திட்டங்களை நாம் நிறைவேற்ற இருக்கின்றோம் என்பதை மட்டும் சொல்லிக்கொண்டு, நமது எண்ணம் எல்லாம் எல்லோரும் சுபீட்சமாக இருக்க வேண்டும். நமது மோடிஜியுடைய எண்ணங்கள் எல்லாம் நாட்டிலே உள்ள யார் என்ன எந்த ஐடியாலஜி கொள்கை வைத்திருப்பார்கள் என்பதெல்லாம் மறந்து மக்கள் அனைவரும் சுபீட்சமாக நல்ல வளமாக இருக்க வேண்டும் என்பதற்காக தான் இன்றைய தினம் அவர் வந்தவுடனே மாரியம்மன் கோயிலிலே சென்று ஆண்டவனிடம் தொழுது நீலகிரி மக்கள் அனைவரும் நல்ல உள்ளத்துடன் நல்ல உடலுடனும் இருக்க வேண்டும் என்ற பிரார்த்தனை எல்லாம் செய்திருக்கிறார்கள். அந்த மாதிரி கொள்கை கொண்ட கட்சி எங்களுடைய கட்சி. நிச்சயமாக என்னை தேர்வு செய்திருக்கிறீர்கள். இந்த பகுதி மக்களுக்காக நல்ல காரியங்களை அவர்களுடைய ஒத்துழைப்போடு நான் செய்வேன் என்ற உறுதிமொழியினை கூடி மீண்டும் உங்கள் அனைவருக்கும் எனது நன்றியை கூறி முடிக்கின்றேன். நன்றி, வணக்கம்.